അറിയണം. ആ ജനമാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ പിണറായി ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് മനസ്സിലാക്കാൻ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ അനുഭവമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്ത് മനുഷ്യരെ വിഡ്ഢികളാക്കാം എന്ന അദ്ദേഹത്തിന്റെ ധാരണ ഞാൻ ഈ പറയുന്ന കേരളത്തിലെ ജനം പൊളിച്ചെഴുതിയിരിക്കുകയാണ്. അതാണ് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. ഞാൻ അന്ന് പറഞ്ഞിരുന്നത് കേരളത്തിന്റെ മതേതര ജനങ്ങൾ, കേരളത്തിന്റെ ന്യൂനപക്ഷങ്ങൾ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി ഈ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു പരിധിവരെ ആ വോട്ടിംഗ് നടന്നിരിക്കുകയാണ്. പക്ഷേ പിണറായിസത്തിനെതിരെ വോട്ട് ചെയ്യാത്തൊരു വിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ട സഖാക്കളാണ്. അവർക്ക് അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ല. കാരണം ത്രിതല തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഭൂരിപക്ഷവും പ്രാദേശികമാണ്. പക്ഷേ പിണറായിസത്തിനെതിരെയുള്ള ഒരു വോട്ട് വരാനിരിക്കുകയാണ്. 3 മാസമേ ഉള്ളൂ. മാർച്ച് അവസാനത്തോടുകൂടി ഏപ്രിൽ സെക്കൻഡ് വീക്കിനുള്ളിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, ഇപ്പോൾ 80 സീറ്റിന് മുകളിലാണ് UDF ഭൂരിപക്ഷമുള്ളതെങ്കിൽ അത് 100 സീറ്റ് കടക്കും. കാരണം ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനം, ഈ പാർട്ടി ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ നാട്ടിലുണ്ട്. അവർക്കുണ്ടായ മുൻ അനുഭവങ്ങൾ, പശ്ചിമബംഗാളിലെ അനുഭവം, ത്രിപുരയിലെ അനുഭവം, അതിനേക്കാളും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ഒരു കുടുംബത്തിന്റെ പാർട്ടിയാക്കി, ഒരു കുടുംബത്തിന്റെ ഗവൺമെന്റാക്കി, ഈ ഗവൺമെന്റിനെ മാറ്റി ഞാൻ പറയുന്ന മരുമോനിസവും പിണറായിസവും അത് മാത്രമായി പാർട്ടി ചുരുങ്ങി ഈ പോക്ക് മുന്നോട്ട് പോയാൽ കേരളത്തിൽ ഒരു കാലത്തും തിരിച്ചു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല എന്ന് തിരിച്ചറിയുന്ന കേരളത്തിലെ വൃത്തിയുള്ള കമ്മ്യൂണിസ്റ്റുകാരായ സഖാക്കൾ അവർ ഈ പറയുന്നത് പോലെ 26 മാർച്ച് ഏപ്രിലിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിസത്തിനെതിരെ, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടാവും, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യമായി വോട്ട് ചെയ്യുന്ന സഖാവ് അവരായിരിക്കും ക്യൂവിന്റെ ഏറ്റവും മുമ്പിൽ, അവരായിരിക്കും പിണറായിസത്തിനെതിരെ ആദ്യത്തെ വോട്ട് നിലമ്പൂരിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ആവർത്തിച്ച് പറയുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന കേരളത്തിലെ മുഴുവൻ ബൂത്തുകളിലും അത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, അത് പിണറായിസത്തിനെതിരായിരിക്കും. അതാണ് ഇവിടെ വരാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സഖാക്കളെയും അതുപോലെ തന്നെ ജനങ്ങളെയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പിണറായിസ കുടുംബാധിപത്യ മരുമോനിസ രാഷ്ട്രീയം അവസാനിപ്പിച്ച് കേരളത്തിലെ രക്ഷപ്പെടുത്താൻ UDF സഹകരിക്കണമെന്ന് വിനീതമായി ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം UDF മുഴുവൻ നേതാക്കളും, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ, KPCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, ശ്രീ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുഴുവൻ നേതാക്കൾ, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പാർട്ടിയുടെ KPCCയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് ശ്രീ AP അനിൽകുമാർ, ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ മറ്റുള്ള ഘടകകക്ഷികൾ, ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറ്, ഷിബു ബേബി ജോൺ തുടങ്ങി മുഴുവൻ ആളുകൾക്കും, അതോടൊപ്പം AICCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട KC വേണുഗോപാലിനും UDFുമായി ബന്ധപ്പെട്ട മറ്റു മുഴുവൻ നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്നെ പിന്തുണച്ച, പല വിഷയങ്ങളിലും ധാർമ്മികമായി എനിക്ക് പിന്തുണ നൽകിയ കേരളത്തിലെ പത്രമാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ മുഴുവൻ ആളുകൾക്കും ഈ അവസരത്തിൽ നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരവും അറിയിക്കുകയാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ ബൂസ്റ്റുള്ള വിജയം LDF ഉണ്ടായിരുന്നു. പിന്നാലെയാണ് മുന്നണി പ്രവേശനം. അപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരരംഗത്തേക്ക് ഉണ്ടാവുമോ? ഇല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുക എന്നതിലപ്പുറം എന്നെ സംബന്ധിച്ച് ഞാൻ ജനങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ പിണറായി ഗവൺമെന്റിനെ താഴെ ഇറക്കി ഒരു ജനാധിപത്യ ഗവൺമെന്റിനെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ച് പുറത്തു വന്നത്.
എൻ്റെ നിലപാട് ഇപ്പോഴും ആ വിഷയത്തിൽ അത് തന്നെയാണ്. ഞാൻ മത്സരിക്കുകയോ ഞാൻ ജയിക്കുകയോ ചെയ്യുക എന്നതിലപ്പുറം പിണറായിസത്തെയും മരുമാനിസത്തെയും അവസാനിപ്പിക്കാൻ UDF-നോടൊപ്പം നിന്നുകൊണ്ട് പോരാട്ടം നടത്തുക എന്നതാണ് ആത്യന്തികമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്കൊന്നും ഇല്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞല്ലോ, നമ്മൾ നിരുപാധിക പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്. നിരുപാധിക പിന്തുണ കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് ആ സീറ്റ് വേണം ഈ സീറ്റ് വേണം എന്ന് പറയുന്ന വിഷയങ്ങൾ അതിൽ ഉദിക്കുകയില്ല. അതിലെങ്ങനെയാണോ UDF-ന് ഗുണകരമാകുന്നത് ആ നിലപാടിനോടൊപ്പം UDF എടുക്കുന്ന നിലപാടിനോടൊപ്പം ഞങ്ങളുണ്ടാകും. UDF-ന്റെ ഭാഗമാകാൻ മാസങ്ങളോളം ശരിക്ക് LDF-ന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ വലിയ പോരാട്ടമാണ് നടത്തുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് സാധ്യമാവില്ല എന്നുള്ളൊരു തോന്നലോ നിരാശയോ ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതിനൊക്കെ ഒരു എന്താ പറയുക, നല്ല മംഗളമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെ ഇരുന്ന് കണക്കാക്കി. ഒരിക്കലും അങ്ങനെ നിരാശ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഡയറിയിൽ. ഒന്ന് നന്ദികേട്, രണ്ട് നിരാശ. ഈ രണ്ട് വാക്കും എൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല. കാരണം നമ്മൾ ചെറിയൊരു ഉപകാരം ചെയ്ത് അപ്പോൾ ഒരാൾ പിന്നെ അത് തിരിച്ചു ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് നന്ദികേടാ കാണിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരിക്കലും ആ വഴിക്ക് ചിന്തിക്കാറില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് നന്ദികേട് ആര് കാണിച്ചു പോയാലും നമ്മൾ ആരെങ്കിലും സഹായിക്കുകയോ മറ്റു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റാരെങ്കിലും ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നന്ദികേട് എന്ന വാക്ക്, അതുപോലെ തന്നെ നിരാശ. എന്തിനാ നിരാശപ്പെടുകയാണെങ്കിൽ അതിന് മാത്രമല്ലേ നമുക്കൊക്കെ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാനൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയായി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് അത്തരത്തിലുള്ള നിരാശ ഉണ്ടായിട്ടില്ല. ആശ ഉണ്ടാകുമ്പോഴല്ലേ നിരാശ. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ആശകളില്ല, വലിയ മോഹങ്ങളില്ല. ഈ പോകുന്ന പോലെയൊക്കെ പോവുക. നമ്മൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എത്രയാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്ത് മുന്നോട്ട് പോവുക. അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊക്കെ എപ്പോഴും ഭ്രാന്തായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം നിരാശ എന്ന് പറയുന്നൊരു വാക്കാൽ ഉദിക്കുന്നില്ല. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ താങ്കൾക്ക് ചില വിയോജിപ്പുകളുണ്ടായി. ആര്യാടൻ ഷൗക്കത്തിന്റെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതൊക്കെ എല്ലാ വിഷയങ്ങളും തീർന്നല്ലോ. നമ്മൾ നിലപാടിന്റെ ഭാഗമായി